ഹലോ നമസ്കാരം, എല്ലാവർക്കും ഹിസ്റ്ററിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്വരൂപങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ക്ലാസ് കണ്ടവർക്ക് ഏകദേശം എന്താണ് സ്വരൂപം എന്നും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ എന്നുള്ള ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്? കോലത്തുനാട്, അതുപോലെ പെരുമ്പടപ്പ് സ്വരൂപം, നെടിയിരുപ്പ് സ്വരൂപം, വേണാട്, പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ എന്ന് പറയുന്നത് ഇവയൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം ബോധ്യമായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഓരോ സ്വരൂപത്തെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കോലത്തുനാടിനെ കുറിച്ചാണ്. അപ്പോൾ കേരളത്തിന്റെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വേണം, ഇത് ഈ ഒരു കോലത്തുനാട് എന്ന് പറയുന്നത് ഏത് പ്രദേശത്ത് ആണ് എന്ന്, ഇപ്പോൾ അത് പ്രസന്റ് ആയിട്ട് ഏത് ഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണെന്നുള്ള ഒരു ധാരണ വേണം. ഏകദേശം കണ്ണൂർ ജില്ലയുടെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് ഈ കോലത്തുനാട് എന്ന് പറയുന്നത്. അതായത് നോർത്തേൺ കേരള അല്ലെങ്കിൽ വടക്കൻ മലബാറിൽ വരുന്ന ഒരു പ്രദേശമായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്വരൂപമായിരുന്നു കോലത്തുനാട് എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ ആദ്യം തന്നെ വരണം. ചേര സാമ്രാജ്യത്തിന്റെ തകർച്ചയോടുകൂടി മധ്യകാല കേരളത്തിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട സ്വരൂപമാണ് കോലത്തുനാട് അല്ലെങ്കിൽ കോലസ്വരൂപം എന്ന് പറയുന്നത്. ഇവിടെ മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു, അല്ലെങ്കിൽ മരുമക്കത്തായ ഭരണ വ്യവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. എന്താണ് മരുമക്കത്തായും മക്കത്തായും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കി ഭരിച്ച കോലോത്തിരി രാജവംശമാണ് ഈ കോലത്തുനാട്ടിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ചേര സാമ്രാജ്യത്തിന്റെ പതനത്തോടു കൂടിയിട്ട് മധ്യകാല കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഭരണ കേന്ദ്രമായിരുന്നു കോലത്തുനാട് എന്ന് പറയുന്നത്. അവിടെ മരുമക്കത്തായ വ്യവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. കോലോത്തിരി രാജവംശമാണ് ഈ കോലത്തുനാട്ടിൽ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഉത്തര മലബാറിലെ മൂഷക രാജാക്കന്മാരുടെ പിന്മുറക്കാരായിരുന്നു കോലോത്ത് രാജാക്കന്മാർ എന്ന് പറയുന്നത്. അപ്പൊ മൂഷക രാജാക്കന്മാരെ കുറിച്ചൊക്കെ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. ഈ അതുലന്റെ മൂഷക വംശകാവ്യം എന്നൊക്കെ പറയുന്നത് പ്രാചീന കേരളത്തെ കുറിച്ച് പഠിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട സ്രോതസ്സൊക്കെയായിരുന്നു. അപ്പൊ മൂഷക രാജാക്കന്മാർ എന്ന് പറയുന്ന പ്രാചീന കേരളത്തിലുണ്ടായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്ന ഒരു രാജവംശമായിരുന്നു. അപ്പൊ അവരുടെ പിന്മുറക്കാരാണ് ആരെന്നാണ് കണക്കാക്കുന്നത്? ഈ കോലോത്തിരി രാജാക്കന്മാർ എന്ന് പറയുന്നത് മൂഷക രാജാക്കന്മാരുടെ പിന്മുറക്കാരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചേര സാമ്രാജ്യത്തിന്റെ പതനം വരെ രാജാക്കന്മാരുടെ അധീനതയിൽ കഴിഞ്ഞിരുന്ന ഇവർ സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം സാമ്പത്തിക അഭിവൃദ്ധി നേടുകയും അവരുടെ അധികാര പരിധി വ്യാപിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ചേര സാമ്രാജ്യം കേരളത്തിൽ നിലനിന്ന കാലഘട്ടത്തിൽ അവരുടെ അധീനതയിൽ അല്ലെങ്കിൽ ഒരു സാമന്തന്മാരായിട്ടായിരുന്നു ഇവർ നിലനിന്നിരുന്നത്. പിന്നീട് ആ സാമ്രാജ്യം അധപതിച്ചപ്പോൾ എന്ത് ചെയ്തു? ഇവരുടെ അധികാരം വ്യാപിപ്പിക്കുകയും അങ്ങനെ ആ ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരികളായിട്ട് മാറുകയും ചെയ്തു. മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ ഗിൽഡുകളുമായി ചേർന്ന് നടത്തിയ വ്യാപാരമാണ് ഈ കോലത്ത് രാജാക്കന്മാരെ സാമ്പത്തിക അഭിവൃദ്ധിയിൽ എത്തിച്ചതെന്നും കേരളത്തിലെ ഒരു പ്രധാന സ്വരൂപമായി മാറാൻ സഹായിച്ചതെന്നുമുള്ള അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട്. അപ്പം ഈ മണിഗ്രാമം, വളഞ്ചിയർ, അതുപോലെ നാനാദേശികൾ എന്നൊക്കെ പറയുന്നത് ഗിൽഡുകളാണ്. ഇതൊക്കെ വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശി എന്നൊക്കെ പറയുന്നത്? അപ്പോൾ വ്യാപാര സംഘങ്ങളെയാണ് ഈ പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇവരുമായിട്ടൊക്കെ നടത്തിയിട്ടുള്ള വ്യാപാരമാണ് ഈ കോലോത്തിരി രാജവംശത്തെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിയിലേക്ക് എത്തിപ്പിച്ച ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. കൂടാതെ വളപട്ടണം, മടായി തുടങ്ങിയ തുറമുഖങ്ങളുടെ പൂർണ്ണ നിയന്ത്രണവും ആരുടെ അധീനതയിലായിരുന്നു? ഈ കോലത്തുനാടിന്റെ അധീനതയിലായിരുന്നു. CE 1145 പെരിഞ്ചല്ലൂർ ലിഖിതത്തിൽ കോലത്തുനാടിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അപ്പോൾ കോലത്തുനാടിനെ കുറിച്ച് പരാമർശിക്കുന്ന ലിഖിതം ഏതാണ്? 1145 തയ്യാറാക്കപ്പെട്ട പെരിഞ്ചല്ലൂർ ലിഖിതത്തില് കോലത്തുനാടിനെ കുറിച്ച് പരാമർശമുണ്ട്. അതുപോലെ ഈ പറയുന്ന കണ്ണൂരിന്റെയൊക്കെ ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട തുറമുഖങ്ങളാണ് വളപട്ടണം, മടായി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പൂർണ്ണ നിയന്ത്രണം ആരുടെ കയ്യിലായിരുന്നു? ഈ കോലോത്ത് രാജാക്കന്മാരുടെ കീഴിലായതുകൊണ്ട് തന്നെ അതും ഇവരെ സാമ്പത്തികമായിട്ട് ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് സഹായകമായി. കോലോത്ത് രാജാക്കന്മാർ മൂഷക രാജാക്കന്മാരുടെയും പെരുമാൾ രാജാക്കന്മാരുടെയും പിന്മുറക്കാരാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടില് ആഭ്യന്തരവും വൈദേശികവുമായ ഉണ്ടായ കലഹങ്ങളും സാമൂതിരിമാരുടെ ആക്രമണങ്ങളുമാണ് ഈ സ്വരൂപം തകരുന്നതിന് പ്രധാനപ്പെട്ട കാരണമുണ്ടായത്. അതുപോലെ യൂറോപ്യന്മാരുടെ ആഗമനവും ഈ കോലോത്ത് നാടിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണമായി എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കോലോത്ത് രാജാക്കന്മാർ എന്ന് പറയുന്നത് മൂഷക രാജാക്കന്മാരുടെയും അതുപോലെ പെരുമാൾ രാജാക്കന്മാരുടെയും പിന്മുറക്കാരാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 18-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഇവരുടെ ഒരു അഭിവൃദ്ധി പതിയെ തകർന്നുപോയി. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആഭ്യന്തരമായിട്ടുള്ള കലഹങ്ങളും അതുപോലെ വൈദേശികപരമായിട്ടുള്ള ആക്രമണങ്ങൾ, സാമൂതിരിമാരുടെ ഉയർച്ച, ഇതെല്ലാം തന്നെ എന്തിന് കാരണമായി? ഇവരുടെ തകർച്ചയ്ക്ക് കാരണമായി എന്നാണ് പറയപ്പെടുന്നത്.
കോലസ്വരൂപത്തെ പോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വരൂപമാണ് നെടിയിരുപ്പ് സ്വരൂപം, അല്ലെങ്കിൽ ഇവർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സാമൂതിരിമാരെന്ന് പറയുന്നത്. 12-ാം നൂറ്റാണ്ടിനും 18-ാം നൂറ്റാണ്ടിനും മധ്യേ കോഴിക്കോട് കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന മറ്റൊരു പ്രധാന സ്വരൂപമായിരുന്നു നെടിയിരുപ്പ് സ്വരൂപം. കോലോത്തിരിമാർ എവിടെയായിരുന്നു? കണ്ണൂർ കേന്ദ്രമാക്കിയിട്ടാണ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സാമൂതിരിമാരുടെ കാലത്ത്, അല്ലെങ്കിൽ നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ കാലത്ത്, ചൈനയിലെയും മധ്യ ഏഷ്യയിലെയും വ്യാപാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശൃംഖലയായിരുന്നു കോഴിക്കോട് എന്ന് പറയുന്നത്. അതിൽ നിന്ന് എന്താണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്? അത്രയും വികസിതമായിരുന്നു ഈ ഒരു സാമൂതിരിമാരുടെ കാലത്ത് വ്യാപാര ശൃംഖല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏറനാട് ഭരിച്ചിരുന്ന നാടുവാഴിയാണ് നെടിയിരുപ്പ് സ്വരൂപം സ്ഥാപിച്ചത്. പിന്നീട് ഇവർ കോഴിക്കോട് പിടിച്ചെടുക്കുകയായിരുന്നു. ഇവർ കുന്നല കോനാതിരിമാർ എന്നും സാമൂതിരിമാർ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ നെടിയിരുപ്പ് സ്വരൂപം തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കുന്നല കോനാതിരിമാർ എന്നറിയപ്പെടുന്നു, സാമൂതിരിമാർ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഈ നെടിയിരുപ്പ് സ്വരൂപത്തിലെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറയുന്ന ആ ഒരു സ്വരൂപം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഏറനാട് ഭരിച്ചിരുന്ന നാടുവാഴിയാണ് നെടിയിരുപ്പ് സ്വരൂപം സ്ഥാപിച്ചത്. സ്വരൂപത്തിലെ ഭരണാധികാരിയെ തീരുമാനിച്ചിരുന്നത് മൂപ്പുവാഴ്ചയെ അടിസ്ഥാനമാക്കിയായിരുന്നു. അതായത് ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത വ്യക്തിയാണ് ആര്? സ്വരൂപത്തിന്റെ തലവൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെയാണ് മൂപ്പുവാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെയാണ് സ്വരൂപത്തിലെ ഭരണാധികാരിയെ തിരഞ്ഞെടുത്തിരുന്നത്. പ്രധാനമായിട്ടും 5 അധികാരികളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. ഇതിനെയാണ് കൂറുവാഴ്ച എന്ന് പറയുന്നത്. കിഴക്കേ കോവിലകം, പടിഞ്ഞാറേ കോവിലകം, പുതിയ കോവിലകം എന്നിവ സാമൂതിരിമാരുടെ താവഴിയിൽ പെടുന്ന പ്രധാനപ്പെട്ട പ്രദേശങ്ങളായിരുന്നു. അപ്പൊ പ്രധാനമായിട്ടും എത്ര അധികാരികൾ ഉണ്ടായിരുന്നു? 5 അധികാരികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനെയാണ് കൂറുവാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ കിഴക്കേ കോവിലകം, പടിഞ്ഞാറേ കോവിലകം, പുതിയ കോവിലകം എന്നൊക്കെ പറയുന്നത് ഇവരുടെ താവഴിയിൽ വരുന്ന, അല്ലെങ്കിൽ കുടുംബമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളായിരുന്നു. നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ തലസ്ഥാനമായിട്ടാണ് കോഴിക്കോടിനെ കണക്കാക്കിയിരുന്നത്. ഇവിടെ നിന്നും ധാരാളം നികുതി പിരിവിന്റെയും മറ്റും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെടിയിരുപ്പ് സ്വരൂപത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ തലസ്ഥാനമായിട്ട് കണക്കാക്കിയിരുന്നത് കാലിക്കൂത്തെന്ന് അറബികൾ വിളിക്കുന്ന കോഴിക്കോടിനെയാണ്. ഓക്കെ, സ്വരൂപത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ നിന്നും നികുതി പിരിക്കാനുള്ള അധികാരവും അതുപോലെ പ്രദേശത്തിന്റെ ഭരണ ചുമതലയും ഭരണാധികാരികൾക്ക് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന അവകാശമായിരുന്നു. അപ്പൊ ആ സ്വരൂപത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ കീഴിലുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ നികുതി പിരിക്കാനും അതിന്റെ ഭരണം നടത്തുന്നതിനൊക്കെ ഉള്ള ഉത്തരവാദിത്തം ആർക്കാണ്? ആ സ്വരൂപം ഭരിക്കുന്ന ആൾക്കാണ്. യൂറോപ്യന്മാരുടെ ആഗമന കാലത്താണ് നെടിയിരുപ്പ് സ്വരൂപം വെല്ലുവിളികളെ നേരിട്ടതും പിന്നീട് തകർച്ചയിലേക്ക് നീങ്ങുകയും ചെയ്തത്. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് പെരുമ്പടപ്പ് സ്വരൂപത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ കൊച്ചി രാജവംശം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. നെടിയിരുപ്പ് എന്ന് പറയുന്നത് സാമൂതിരിമാരുടെ ഭരണപ്രദേശമായിരുന്നു. നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറയുന്ന സാമൂതിരിമാർ ഭരിച്ചിരുന്ന കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ടുണ്ടായിരുന്ന പ്രദേശമാണ്. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നത് കൊച്ചി രാജാക്കന്മാരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശമാണ്. ചേര സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു കൊച്ചി രാജവംശം അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപം. 1341 പണി തീർത്ത ഒരു തുറമുഖമായിരുന്നു കൊച്ചി. പിന്നീട് പെരുമ്പടപ്പ് സ്വരൂപം മൊത്തത്തിൽ കൊച്ചി സ്വരൂപം അല്ലെങ്കിൽ കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഈ ചേര സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു രാജവംശം തന്നെയായിരുന്നു ഈ പെരുമ്പടപ്പ്, അല്ലെങ്കിൽ ഒരു സ്വരൂപമായിരുന്നു പെരുമ്പടപ്പ് എന്ന് പറയുന്നത്. പിന്നീട് അവരുടെ പതനത്തിന് ശേഷം ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? സാമ്രാജ്യം വിസ്തൃതി വ്യാപിക്കുകയും അധികാരം വ്യാപിക്കുകയും ചെയ്തു. 1341 പണി തീർത്ത ഒരു തുറമുഖമാണ് കൊച്ചി. പിന്നീട് ഈ സാമ്രാജ്യം മൊത്തത്തിൽ അല്ലെങ്കിൽ സ്വരൂപം മൊത്തത്തിൽ എന്ത് പേരിൽ അറിയപ്പെടാൻ തുടങ്ങി? കൊച്ചി സ്വരൂപം അല്ലെങ്കിൽ കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങി. 15-ാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായ മഹുവാൻ, ഇറ്റലിയിലെ നിക്കോളോ കോണ്ടി എന്നിവരാണ് ആദ്യമായിട്ട് കൊച്ചിയെക്കുറിച്ച് പരാമർശിച്ചത്. അപ്പൊ 15-ാം നൂറ്റാണ്ടിലെ ചൈനീസ് സഞ്ചാരിയായിട്ടുള്ള മഹുവാനും അതുപോലെ ഇറ്റാലിയൻ സഞ്ചാരിയായിട്ടുള്ള നിക്കോളോ കോണ്ടിയാണ് ആദ്യമായിട്ട് കൊച്ചിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. സി അച്യുതമേനോന്റെ അഭിപ്രായത്തിൽ കൊച്ചി എന്ന പദത്തിനർത്ഥം പുതിയ തുറമുഖം അല്ലെങ്കിൽ ചെറിയ തുറമുഖം എന്നായിരിക്കാം എന്നും അഭിപ്രായമുണ്ട്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി മുതൽ ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി വരെയും കൊച്ചി സാമ്രാജ്യത്തിന്റെ അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ഭാഗമായിരുന്നു. എവിടെ തൊട്ടാണ്? മലപ്പുറം ജില്ലയിലെ പൊന്നാനി മുതൽ ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി വരെയും ഈ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് നോക്കണം.
കോലോത്തുനാട് കണ്ണൂരായിരുന്നു, അല്ലെങ്കിൽ നോർത്തേൺ മലബാറിന്റെ ആ ഭാഗമായിരുന്നു. അതുപോലെ കോഴിക്കോട് എന്ന് പറയുന്നത് ഏതിന്റെയായിരുന്നു? സാമൂതിരിമാരുടെ അധീനതയിലായിരുന്നു. അതിനുശേഷം മലപ്പുറം മുതൽ ഏകദേശം ആലപ്പുഴ ജില്ല വരെ എവിടെയാണ്, ഏതിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്? പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കൊച്ചി രാജവംശത്തിന് പ്രധാനമായും 5 താവഴികളാണ് ഉണ്ടായിരുന്നത്. ഐതിഹ്യങ്ങൾ പ്രകാരം ചേരമാൻ പെരുമാളിന്റെ സഹോദരിയെയാണ് പെരുമ്പടപ്പ് സ്വരൂപത്തിലേക്ക് വിവാഹം ചെയ്ത് നൽകിയത്. പിന്നീട് ഇവരുടെ പുത്രനായ വീരകേരളവർമ്മയാണ് പെരുമ്പടപ്പ് സ്വരൂപം സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. ചരിത്രരേഖകൾ പ്രകാരം പെരുമ്പടപ്പ് സ്വരൂപം മലപ്പുറം ജില്ലയിലെ വന്നേരിയിലാണ് ഉദയം ചെയ്തത്. പിന്നീട് സാമൂതിരിമാരുടെ ആക്രമണങ്ങളെ ഭയന്ന് കൊച്ചിയിലേക്ക് അധികാര കേന്ദ്രം മാറ്റിയതായിരിക്കാമെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം മലപ്പുറം ജില്ലയിലെ വന്നേരിയിലായിരുന്നു ഈ പെരുമ്പടപ്പ് സ്വരൂപം എന്നും, പിന്നീട് സാമൂതിരിമാർ അവരുടെ അധികാരം വ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആക്രമണങ്ങൾ നടത്തിയപ്പോൾ അവർ ഭയന്നിട്ട് കൊച്ചിയിലേക്ക് സാമ്രാജ്യം മാറ്റിയതാണെന്നും കണക്കാക്കപ്പെടുന്നുണ്ട്. അവസാനമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വേണാട് സ്വരൂപത്തെ കുറിച്ചാണ്. പെരുമാൾ കാലഘട്ടത്തിന് ശേഷം ഉയർന്നു വന്ന സ്വരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേണാട്. വേണാട്ടിലെ പ്രമുഖ തുറമുഖമായിരുന്ന കൊല്ലം കേന്ദ്രമാക്കിയാണ് വേണാട് സ്വരൂപം ഉയർന്നു വന്നത്. വേണാട് സ്വരൂപം ഏത് പ്രദേശത്തെ കേന്ദ്രമാക്കിയാണ് ഭരണം നടത്തുന്നത്? കൊല്ലം കേന്ദ്രമാക്കിയായിരുന്നു ഭരണം നടത്തിയിരുന്നത്. 12-ാം നൂറ്റാണ്ടിൽ വീരകേരളവർമ്മന്റെ നേതൃത്വത്തിൽ വേണാട് സ്വതന്ത്ര ഭരണ പ്രദേശമായിട്ട് മാറി. കൊല്ലത്തിനും കായംകുളത്തിനും ഇടയിലാണ് വേണാട് സ്വരൂപം നിലനിൽക്കുന്നത്. മരുമക്കത്തായ സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയുള്ള കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു വേണാട് സ്വരൂപം എന്നും പറയപ്പെടുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് അധിനിവേശത്തോടുകൂടി വേണാട് സ്വരൂപവും തകർച്ചയെ നേരിട്ടു. വേണാട്ടിലെ രാജ്ഞിയായിരുന്ന ഉമയമ്മ റാണിയുടെ കാലത്താണ് സ്വരൂപം ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിട്ടത്. 1721 ആറ്റിങ്ങൽ കലാപത്തോടുകൂടി സ്വരൂപം പൂർണ്ണമായി തകരുകയും ചെയ്തു. അതാണ് പ്രധാനപ്പെട്ട സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? കോലോത്തുനാട്, അതുപോലെ പെരുമ്പടപ്പ് സ്വരൂപം, നെടിയിരുപ്പ് സ്വരൂപം, വേണാട്. ഇവ ഈ ഒരു 4 തന്നെ ഏകദേശം കേരളത്തിന്റെ മൊത്തം പ്രദേശങ്ങളുടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്